അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ കാരണവരെ, തെങ്ങിൻതോട്ടത്തിൽ കുടുംബത്തിലെ പ്രധാനികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അവന് ഇഷ്ടപ്പെട്ട സന്തോഷമുള്ള ഒരു കൂട്ടായ്മയായി അള്ളാഹു ഇത് മാറ്റി തരുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. യാദൃശ്ചികമായി പങ്കെടുക്കേണ്ടി വന്നു. അല്പം എന്തെങ്കിലും രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നതിൻ്റെ പേരിലാണ് എണീറ്റ് നിന്നിട്ടുള്ളത്. വളരെ വലിയ ഒരു കുടുംബമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, സ്വാഗതവും ഉദ്ഘാടനം ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടതനുസരിച്ച് പറയായിരുന്നു. ഏതായാലും അതൊരു ഒഫീഷ്യൽ പരിപാടിയല്ല, കാഷ്വൽ പരിപാടിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം വളരെ പെട്ടെന്നൊരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടേതായ ഒരു ലോകമാണല്ലോ. കുടുംബമാകുമ്പോൾ അങ്ങനെയാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴാണ് കുടുംബമാവുക. ഭൂകമ്പല്ല, കൂടുമ്പോൾ ഇമ്പമുണ്ടാവണം, കൂടുമ്പോൾ സന്തോഷം ഉണ്ടാവണം, കൂടുമ്പോൾ ആഹ്ലാദം ഉണ്ടാവണം. അതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വലില് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെയും നിദാനവും ഒടുക്കവും തുടക്കവും ആ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലും എല്ലാത്തിനും മാതൃക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ കുടുംബബന്ധം പുലർത്തിനെ കുറിച്ച് ഒരുപാട് പ്രാധാന്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമ. കുടുംബബന്ധം പുലർത്തുന്നത് ഒരു മനുഷ്യന്റെ ഈമാന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കൽ ഹിറയുടെ യാമങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീലിന്റെ ദിവ്യവചനം ലഭിച്ച സമയത്ത് പേടിച്ച് ഭയവിഹ്വലനായിട്ട് നബിതങ്ങൾ നേരെ ഖദീജ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, എന്നൊന്ന് പുതിപ്പിട്ട് മൂടി തരണേ ഖദീജ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന, പനി പിടിച്ചിട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിയിലേക്ക് ചേർത്തിയിട്ട് മുടികൾക്കിടയിലൂടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിരലുകൾ തഴുകി തലോടിയിട്ട് പറഞ്ഞത്, നബിയെ, നിങ്ങൾ എന്തിനാണ് പേടിക്കേണ്ടത്? നിങ്ങൾ പേടിക്കേണ്ട ഒരാളല്ല, നിങ്ങൾക്കൊരു പ്രയാസം വരൂല. എന്നിട്ട് അവിടെ ഖദീജ ബീവി പറഞ്ഞ പ്രയാസപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം അവിടെ പറയുന്നുണ്ട്. ഇന്നക ലതസിലു റഹ്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ് നബിയെ എന്ന് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. സുദീർഘമായ ഒരു ഭാഷണത്തിന്റെ വേദിയല്ല, എന്നായാലും കുടുംബത്തിനെ കുറിച്ചും അല്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാമെന്നുള്ള. റഹിം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഗർഭപാത്രത്തിനാണ് റഹിം എന്ന് പറയുക. അതിൽ നിന്നാണ് കുടുംബം എന്നുള്ള പദം അറബിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന് അത് പല ശാഖകളായി, പല ചില്ലകളായി മാറി ആ എല്ലാ ബ്രാഞ്ചസും കൂടി ഒരൊറ്റ ട്രങ്ക്, ഒരു മരത്തിന്റെ തടിയില് ഒരുമിച്ച് കൂടുന്ന ഈ തെങ്ങുംതോട്ടത്തിൽ എന്ന് പറയുന്ന തടി, അതിൽ നിന്ന് ചില്ലകളായിട്ട് ശാഖകളായിട്ട് മാറി ഇന്ന് ഈ കള്ളത്തോട് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജിയുടെ വീട്ടില് നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലൂടെ ഒരുപാട് സ്നേഹങ്ങൾ പങ്കുവെക്കണം, ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉൾത്തിരിഞ്ഞു വരണം. ഒരു കുടുംബത്തിൽ നിന്നാണ്
ഒരു ലോകമുണ്ടാവേണ്ടത്. വീടിന്റെ അടുക്കളയിൽ നിന്നാണ് ഒരു സ്വഭാവ സംസ്കൃതിയുള്ള ഒരു സൽസ്വഭാവമുള്ള ഒരു ലോകത്തെ പടുത്തുയർത്തേണ്ടത്. അങ്ങനത്തെ ഒരു കുടുംബമാക്കി അള്ളാഹു ഇതിനെ മാറ്റി തരുമാറാവട്ടെ. ഒരുപാട് പേര് അകാലത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് പേര് കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രായം ചെന്ന ഒരുപാട് പേര്, അവർക്കൊക്കെ ദീർഘകാലം ഈ കുടുംബം എന്ന് പറയുന്ന തളനിൽ കീഴിൽ സാന്ത്വനം നൽകാനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷങ്ങൾ പങ്കുവെക്കണം. അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾക്ക് നിങ്ങളുടെ കുടുംബങ്ങള് ഒരു പ്ലാൻ ഇട്ട് തുടങ്ങണം. കുടുംബം നമുക്കറിയാം, ഒരുപാട് കാരണവന്മാരും പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരും ടീച്ചേഴ്സും ഉദ്യോഗസ്ഥന്മാരും പലരും ഒരുമിച്ച് കൂടും. അപ്പോ ഒരുപാട് ചിന്തകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വേദി കൂടിയാണ്. അതിലൂടെ തെങ്ങുംതോട്ടത്തിൽ എന്ന് പറയുന്ന ഈ കുടുംബം എന്ത് നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുള്ള ഒരു വിനീതമായിട്ടുള്ള റിക്വസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെങ്ങുംതോട്ടത്തിൽ എന്ന് പറയുന്ന കുടുംബം ഇൻഷാ അല്ലാഹ് നാളെ സുഖലോക സ്വർഗത്തിൽ സിദറത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തിന് ചുറ്റുമായിട്ട് ഒരു തെങ്ങുംതോട്ടം നിർമ്മിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു ബറക്കത്താക്കപ്പെട്ട സദസ്സാക്കി ഇതിനെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്നുള്ള തിരുവാക്യത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.